ക്വാണ്ടിറ്റി അവരാണ് എടുക്കുന്നത്. ആണ് ഞാൻ പലപ്പോഴും കണ്ടിട്ട് പിന്നെ പോട്ടെ ഫുഡിന്റെ കാര്യമല്ലേ എനിക്ക് ഭയങ്കര പക്ഷെ എനിക്കിപ്പം കുറച്ച് ബാഡ് തോന്നുന്നു. കാരണം അവർ ഈ വീട് ഭരിക്കുന്നത് നമ്മൾ അടിമ സ്ലേവ്സിനെ പോലെ കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് അവർ മിണ്ടാതെ പോകുന്നു. അവര് ലൈവില് ജിസേലിനെ കുറിച്ച് ഇരുന്ന് സംസാരിക്കാണ് ബിന്നിയും റെനയും ചേർന്നിട്ട്. ഇവര് ബിന്നിയും റെനയും ജിസേലുമായിട്ട് അത്രയും കൂട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ അത്ര ടീംസിലല്ല എന്നുള്ളതും ലൈവ് കാണുന്നവർക്കറിയാം. പോരാത്തതിന് ഇപ്പോൾ അവർ ഇന്ന് സംസാരിക്കുന്നത് ജിസേലിന്റെ സ്വഭാവ സവിശേഷതകൾ, അതായത് ജിസേലിന് ആ വീട്ടിൽ കിട്ടുന്ന പ്രത്യേക കൺസിഡറേഷൻസ് ആണ് ഇപ്പോൾ അവർ ഇന്ന് സംസാരിക്കുന്നത്. ജിസേലിന് ആ വീട്ടിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളാണെന്നാണ് അവർ തന്നെ ഇരുന്ന് പറയുന്നത്. ജിസേല് കിച്ചണിൽ മാത്രമേ ഡ്യൂട്ടി ചെയ്യൂത്രേ. ജിസേലിന് കിച്ചണിൽ ഡ്യൂട്ടി കൊടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ജിസേല് കിച്ചണിൽ മാത്രമേ ഡ്യൂട്ടി ചെയ്യൂ. കാരണം അവിടെ ജിസേലിനെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ കക്കാനും മോഷ്ടിക്കാനും സാധനങ്ങൾ ഒളിപ്പിക്കാനൊക്കെ എളുപ്പല്ലേ, അതുകൊണ്ട്. അതുമാത്രമല്ല ജിസേല് ബാത്റൂം ഡ്യൂട്ടിക്ക് ജിസേല് ജന്മണ്ടെങ്കിൽ പോവില്ല. ജിസേലിനെ അറപ്പാണത്രേ. ഇനിയിപ്പോ ഒരു തവണ അങ്ങോട്ട് ജിസേലിനെ ബാത്റൂം ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, കപ്പുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ മാത്രമാണ് ജിസേല് നിന്നതെന്ന്. ഇപ്പൊ പിന്നെ കൈവേദനയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാത്റൂം ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. ജിസേലിനെ കിച്ചണിൽ കയറാനായിട്ട് ഒരു മടിയില്ല. കിച്ചണിൽ കയറും, ആകെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ മാത്രം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോർ ക്ലീനിങ്. ഈ രണ്ട് ഡ്യൂട്ടി അല്ലാതെ ജിസേൽ വേറെ ഒരു ഡ്യൂട്ടിയും ചെയ്യില്ല. ഡ്യൂട്ടി ചെയ്യാനായിട്ട് ജിസേലിന് ഭയങ്കര മടിയാണെന്നാണ്, അറപ്പും ആണെന്നാണ് അവിടെ ഇരുന്ന് റെന ഫാത്തിമയും ബിന്നി ഇരുന്ന് ലൈവിലിരുന്ന് സംസാരിക്കുന്നത്. അത് മാത്രല്ല കേട്ടോ, അവര് ജിസേലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ജിസേല് അവിടെ വന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് തന്നെ ജിസേലിനും ആര്യനുമുള്ള ഫുഡ് മാറ്റി വെക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനെ എതിർത്ത് സംസാരിക്കാനായിട്ട് ഒരാൾ പോലും ആ വീട്ടിലില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾ ആരും തന്നെ ജിസേലിനെ അവിടെ എതിർക്കുന്നില്ല എന്ന് ബിന്നിയും ഇതിന്ന് പറയുന്നുണ്ട് റെന ഫാത്തിമയുടെ അടുത്ത്. അതായത് അവിടെ ഭക്ഷണം പാകമായി കഴിഞ്ഞാൽ അവർ വന്ന് ആദ്യം അവർക്കുള്ള ഭക്ഷണം എടുത്ത് മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം വിളമ്പും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം ഏറ്റവും അവസാനത്തേക്ക് വെക്കും. എന്നിട്ട് എല്ലാവർക്കും വിളമ്പിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചപ്പാത്തി സ്വന്തമായിട്ടുണ്ടാക്കി അവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ചപ്പാത്തി. അല്ല അതുമല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത്രീശ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും കൂടുതൽ ഭക്ഷണം എടുക്കും. അതായത് അവരുടെ ഔദാര്യത്തിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇത്രീശ ഭക്ഷണം കിട്ടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അവിടെ സ്വാദിഷ്ടമായി, വളരെ സ്വാദിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. അതുകൂടാതെ ഭക്ഷണത്തിന്റെ അളവ് കൂടുതൽ എടുത്തിട്ട് അവർക്ക് വേണ്ടത്ര അവരെടുത്തിട്ട് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ബിന്നിയും റെന ഫാത്തിമയും ചേർന്നാണ്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നമുക്കിനി പൊളിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാളെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ബിന്നി പറഞ്ഞു, ചായ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. 10 പേർക്ക് മാത്രം ചായ വെച്ചിട്ട് 10 ഗ്ലാസ് തായോ എന്ന് പറഞ്ഞ ചായ അവൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ചായ കൊടുത്ത അന്ന് ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുതൽ ഞാൻ തുടക്കം കുറിച്ചതാണ്. ഇനി കിട്ടുന്ന അവസരത്തിൽ നമുക്കത് പൊളിച്ചെഴുതണം. ഇന്നിപ്പോ ഭക്ഷണം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജിസേലിനെയും ആരിനെയും അവൾ വന്നിട്ട് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോ നമ്മളിനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആര്യം പറയും എന്തേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം, ജിസേലിനെ മാറ്റി വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ കഴിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജിസേലിനെ സപ്പോർട്ടുമായിട്ട് ആര്യം വരും എന്ന് അവരവിടെ പറയുന്നുണ്ട്. അതും അവർക്ക് രണ്ടുപേർക്കും അളവിൽ കൂടുതലാണ് മാറ്റിവെക്കുന്നത് എന്നൊരു കാര്യവും അവരോട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നാൾ ജിസേലിന്റെ കൂടെ നടന്നിരുന്ന അത്രയും ഒട്ടിപ്പിടിച്ച് നടന്നിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇരുന്ന് പറയുന്നത് അനുമോൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് റെന ഫാത്തിമ. ഇത്രയും നാളും അനുമോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഒന്നും മിണ്ടിയിരുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും അനുമോളെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അനുമോള് കിച്ചൺ വിഷയത്തിൽ ജിസേലുമായിട്ട് വഴക്കിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും നാൾ നമ്മൾ അനുവിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടും അനുവിനെ എതിർത്ത് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുവിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കണം. നമുക്ക് സപ്പോർട്ടായിട്ട് ചിലപ്പോൾ അനുമോൾ വരികയായിരിക്കും, വന്നാലും ഇല്ലെങ്കിലും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. ഇനി അത് ജിസേലിനെ പൊളിച്ചെടുക്കണം. അവൾക്ക് സ്വന്തമായിട്ടുള്ള പ്രത്യേകം ഫുഡ്, അവർക്ക് പ്രത്യേകം മാറ്റിവെക്കല്, ക്വാണ്ടിറ്റിയിൽ മാറ്റം, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെക്കുന്ന സ്വഭാവം, ഇതൊക്കെ ജിസേൽ അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും കൂട്ട് അക്ബറും ടീംസും ആര്യനും ഒക്കെയാണ്. ഇപ്പോ ഇക്കാര്യത്തെ കുറിച്ച് ഇവർ ചോദിച്ചാലും അക്ബർ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ വരെയായിരിക്കും, ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടാൻ വരെയായിരിക്കും. എന്നിരുന്നാൽ പോലും വിട്ടുകൊടുക്കരുത്, ജിസേലിനെ പൊളിച്ചെഴുതണം. ജിസേൽ ഒരു
ലോക കള്ളിയാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ലോക കള്ളിയാണെന്നാണ് അവർ പറയുന്നത്. അവിടെ ജിസേൽ എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടവർക്ക് മുഴുവൻ കൊടുക്കും. അപ്പൊ റെന ഫാത്തിമ പറയുന്നുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്, ഞാനത് കണ്ടു കഴിഞ്ഞാൽ എനിക്കും അതിന്റെ ഒരു പങ്ക് കൊണ്ടുവന്ന് തരും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ജിസേലിന്റെ കൂടെ നിൽക്കും. പക്ഷേ അവിടെ അവൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അത് കൊടുത്ത് വീതിച്ച് കഴിക്കുന്ന സ്വഭാവമാണ് ജിസേലിന് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവർ ഇതൊന്നും അറിയുന്നില്ല എന്നൊരു കാര്യവും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജിസേലുമായിട്ടുള്ള ഒരു ഉഗ്രം വഴക്ക് ബിനിയുടെയും റെന ഫാത്തിമയുടെയും ഈ അടുത്ത് തന്നെ കാണാന്നാണ് അവർ തന്നെ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജിസേലിനെ പൊളിച്ചെഴുതേണ്ടത് ഇനി നമ്മുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും ഇരുന്ന് ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അധികം വൈകാതെ തന്നെ അപ്പൊ ജിസേലുമായിട്ടുള്ള ഒരു ഉഗ്രം വഴക്ക് കാണാം. അല്ല, അനുമോളെ ഇതിന് മാത്രം എതിർത്തിരുന്ന വ്യക്തികളാണ് ഇപ്പൊ ഇരുന്ന് പറയുന്നത് അനുമോൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ജിസേലിനെ കുറിച്ച്, അനുമോള് ജിസേലിന് ഒരുപാട് കാര്യങ്ങൾ എതിർത്തത് മുഴുവൻ സത്യമായിരുന്നു എന്നവര് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. റെന ഫാത്തിമയും പറയുന്നുണ്ട്, ബിന്നിയും പറയുന്നുണ്ട്. നമുക്കിനി അനുമോൾ ഒറ്റപ്പെടുത്തുന്ന കാര്യം വേണ്ട, അനുമോൾ ഇവിടെ ഒരുപാട് പേര് ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ അനുമോളിലെ മെക്കെട്ട് കയറാൻ നോക്കുന്നുണ്ട്. അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പൊ ആ കോയിൻ കിട്ടുന്ന കാര്യത്തിൽ പോലും അനുമോൾക്ക് കോയിൻ കിട്ടിയില്ല, അനുമോൾ കാരണമാണ് കോയിൻ കിട്ടാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അക്ബർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കും കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പ്രവീണിനും കോയിൻ കിട്ടിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കുറ്റപ്പെടുത്താതെ അനുമോളെ മാത്രം കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അക്ബർ കയറെടുത്ത് ചോദിച്ചു അതെന്താണെന്ന്. കാരണം അനുവിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് എല്ലാവരും അനുമോളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അനുമോളുടെ അടുത്ത് മാത്രം ദേഷ്യപ്പെടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അനുമോളുടെ അടുത്ത് പ്രത്യേകം ഒരു പേഴ്സണൽ വൈരാഗ്യം വെച്ചിട്ട് പലരും പെരുമാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിനി അങ്ങനെ ചെയ്യേണ്ട, ആവശ്യത്തിന് മാത്രമേ നമുക്ക് ഓരോരുത്തരുടെ അടുത്തും ദേഷ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. അനുമോളുടെ അടുത്ത് അങ്ങനെ നമുക്കിനി ദേഷ്യത്തിൽ പെരുമാറി വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അനുമോൾ ജിസേലിനെ കുറിച്ച് കിച്ചൺ വിഷയത്തിലൊക്കെ എപ്പോഴൊക്കെ വഴക്കിട്ടുണ്ടോ അതൊക്കെ ന്യായമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ് ബിന്നിയും റെനയും കൂടി ഇരുന്ന് ലൈവിലിരുന്ന് സംസാരിച്ചത്. അല്ല, ഇപ്പോഴെങ്കിലും ഇവർക്കൊക്കെ ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയല്ലോ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. ജിസേലിനെ പ്രത്യേക കൺസിഡറേഷൻ ആണ് ആ വീട്ടിൽ എന്നുള്ള കാര്യം ലൈവ് കാണുന്നവർക്ക് എപ്പിസോഡ് കാണുന്നവർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ജിസേലിനെ അവിടെ എതിർത്ത് സംസാരിക്കാൻ ആളില്ല, ആകെ ജിസേലിനെ എതിർത്ത് സംസാരിക്കുന്നത് അനു മാത്രമാണ്. അത് അവരും തന്നെ പറയുന്നുണ്ട്. ഈ വീട്ടിൽ ആകെ ജിസേലിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് അനു മാത്രമാണ്. ഇനി അത് മാറ്റി നമ്മൾ പൊളിച്ചെഴുതണം എന്നാണ് അവര് തന്നെ പറയുന്നത്. അപ്പൊ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. ഇത്രയും നാളും അനുവിനോടുള്ള ദേഷ്യം കൊണ്ടും വിദ്വേഷം കൊണ്ടും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ജിസേലിനെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും ഇവരവിടെ നിന്നിട്ടുണ്ട്. ഇനി അക്കാര്യത്തിന് ഇവരെ കിട്ടത്തില്ല എന്നും ഇവർ പറയുന്നുണ്ട്. കിച്ചണിൽ മാത്രമല്ല ആ വീട്ടിൽ മുഴുവൻ അവിടെ ജിസേലിനെ പൊക്കിയടിച്ചു കൊണ്ട് നടക്കുന്ന സ്വഭാവമാണ് ആ വീട്ടിലുള്ള ഒട്ടുമിക്ക പേർക്കും. ഇപ്പൊ ചായയുടെ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ജിസേലിന്റെ പ്രത്യേക രീതികളാണ്. അതെല്ലാം ഇനി പൊളിച്ചെഴുതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അനു പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട് ജിസേലായിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ബിഗ് ബോസ് വീട്ടിൽ കുറേ എണ്ണുണ്ട് ജിസേലിന്റെ വാലാട്ടിപ്പട്ടികളായിട്ട് അല്ലെങ്കിൽ പാവാട വള്ളികളായിട്ട്. അവർക്ക് എല്ലാവർക്കും ജിസേൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആര്യന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ആര്യൻ ജിസേൽ എന്ത് പറയുന്നോ അതാണ് ആര്യനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമവും റൂളും. അല്ലാന്നുണ്ടെങ്കിൽ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു അടിമ എന്ന് പറയുന്നത് ആര്യൻ തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അക്ബർക്ക് ടീംസ് ഒക്കെ ഉണ്ട്. അക്ബർക്ക് നന്നായി ഗെയിം കളിക്കുന്ന ആളാണ്. പക്ഷെ ജിസേലിന്റെ വിഷയത്തിൽ വരുന്ന സമയത്ത് മാത്രം അത് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് അക്ബറിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. ഇപ്പൊ ആര്യനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്ക് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നല്ല ആര്യൻ. എന്തുകൊണ്ടൊക്കെയോ ഭാഗ്യം കൊണ്ട് അവിടെ നിന്നു പോകുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വീക്ക് കണ്ടസ്റ്റൻസ് ഉള്ളതുകൊണ്ടോ എന്തുകൊണ്ടോ ആര്യൻ അവിടെ നിന്നു പോകുന്നേ ഉള്ളൂ. ഒരു ജിസേലിന്റെ ഒരു എന്താ പറയുക നിഴലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ആര്യൻ. തുടക്കത്തിൽ അവിടെ നന്നായിട്ട് ഗെയിം കളിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ജിസേലിന്റെ നിഴലും മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ജിസേലും ആര്യനും തമ്മിൽ ഒരു ബന്ധം ആരോപിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അനുമോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ മൊത്തത്തിൽ മാറി ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് അതിനെ ലാലേട്ടൻ വന്ന് വഴക്ക് പറയുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ പറയുന്നുണ്ട്. അനുവിനെ കുറിച്ച് ഇവർ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞു, ഈ പറയുന്ന ആര്യൻ എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ചില്ല. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോളുടെ അമ്മേനെ കുറിച്ച് അത്രയും മോശമായിട്ട് അവിടെ ആരും സംസാരിച്ചിട്ടും ലാലേട്ടൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആര്യനെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ അവിടെ ഒത്തിരി പാർഷ്യാലിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ അനുമോളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നല്ല, പക്ഷേ നമുക്ക് ന്യായങ്ങളും അന്യായങ്ങളും വരുന്ന സമയത്ത് എല്ലാ അന്യായങ്ങളും ചോദ്യം ചെയ്യപ്പെടണം. അനുമോൾ ചെയ്ത അന്യായമാണെന്നുണ്ടെങ്കിലും അതുപോലെ അനുമോൾക്കെതിരെ പറഞ്ഞ ആര്യൻ അമ്മയെ വിളിച്ച തെറി അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞ ആ ഒരു കാര്യവും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷെ ലാലേട്ടൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തില്ല. അവിടെ വ്യക്തമായിട്ടുള്ള പാർഷ്യാലിറ്റിയാണ് തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അനുവിന്റെ അടുത്ത് കാണിച്ചത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അനുവിന്റെ അടുത്ത് അവർക്ക് ബിഗ് ബോസ് ടീമിനെ വലിയ വൈരാഗ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുവിനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് അനുവിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട്
ബിഗ് ബോസിന് റേറ്റിംഗ് വാങ്ങാം എന്നുള്ളൊരു ഇതായിരിക്കാം. എന്തായാലും ഇവിടെ ബലിയാടാവുന്നത് അനു തന്നെയാണ്. ജിസേൽ അവിടെ വലിയ നായികയായിട്ട് അങ്ങോട്ട് തിളങ്ങി നിൽക്കാണ്. ഇപ്പൊ ലൈവിൽ തന്നെ നമ്മുടെ അനുവായിട്ട് തല്ലുകൂടുന്നുണ്ടായിരുന്നു നെവിൻ. അപ്പോഴും പറയുന്നത് ജിസേലിന്റെ ഭംഗിയുടെ അടുത്തേ കൂടെ പോകുന്നിയേ, നീ മുഴുവൻ ആർട്ടിഫിഷ്യാലിറ്റി ആണ്, നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ട്, നീ 5 മണിയാകുമ്പോഴേക്കും മേക്കപ്പ് ചെയ്തല്ലേ വന്നിരിക്കുന്നത്, ജിസേലിനെ കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നെവിൻ അവിടെ വഴക്കിടുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജിസേലിന്റെ മൊത്തം ആർട്ടിഫിഷ്യൽ ആണെന്നുള്ള കാര്യം. മൊത്തം സർജറി ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഭംഗി വരുത്തിച്ച ഒരു വ്യക്തിയാണ് ജിസേൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അനുമോള് മേക്കപ്പ് ഇല്ലെങ്കിലും സുന്ദരിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. മേക്കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ജിസേലിനെ കാണാനായിട്ട് ഒന്നിനും കൊള്ളത്തില്ല, പേടിയാവും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് നെവിൻ അവിടെ കിടന്നിട്ട് പൊക്കിയടിച്ച് അനുവിനെ മോശമായിട്ട് പറയുന്നത് കണ്ടത്. അവിടെ ഒരാളുടെ സൗന്ദര്യത്തെയോ ഒരാളുടെ ശരീരഭാഷയെയോ ഒക്കെ കളിയാക്കുന്നതും ഇതാക്കുന്നതും ബോഡി ഷേമിങ് തന്നെയാണ്. അപ്പൊ ഇത് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യൂ? ഇല്ല, അനുവിനെതിരെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടനോ ബിഗ് ബോസ് ടീമോ ശ്രമിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യം അനുവിനെ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആക്കിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിന് റേറ്റിംഗ് അല്ലെങ്കിൽ സീസൺ 7 റേറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. എന്നിട്ട് അനുമോളോട് പറയുന്നു ഇവിടെ റേറ്റിംഗ് ഒന്നും തരാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും കണ്ടന്റ് തരണ്ട എന്ന് അനുമോളോട് പറയുന്നു. അപ്പൊ എന്തായി, ഇപ്പൊ ബിഗ് ബോസിലെ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പൊ ബിഗ് ബോസ് വീട് മുന്നോട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 7 ഇപ്പൊ ബോറായി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു തോന്നലും എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം.